ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. തൃശൂരിൽ നാളെ പുലിയിറങ്ങും. പുലിക്കളിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മേയർ. നഗരത്തിൽ നാളെ ഉച്ചതിരിഞ്ഞ് 2 മുതൽ ഗതാഗത നിയന്ത്രണം. പുലിക്കളി TCV തത്സമയം സംപ്രേഷണം ചെയ്യും. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സത്യസന്ധമായ കണക്കുകൾ പുറത്തുവിടണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. തെറ്റായ കണക്കുകൾ നൽകിയാൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന സഹായം പ്രതിസന്ധിയിലാകുമെന്നും ചെന്നിത്തല. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടെയാണ് ജാമ്യം. 7.5 വർഷത്തിന് ശേഷമാണ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത്. മുണ്ടൂർ വെട്ടിക്കാവിൽ വർക്ക്ഷോപ്പിന് മുന്നിൽ വച്ചിരുന്ന ഇരുചക്ര വാഹനങ്ങൾ കത്തിനശിച്ചു. സ്കൂട്ടറും ബൈക്കുകളുമാണ് കത്തിനശിച്ചത്. ചാലക്കുടി കൂടപ്പുഴയിൽ സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രികൻ മരിച്ചു. പുളിയിലപ്ര വടക്കൻ വീട്ടിൽ ഡെൽജോയാണ് മരിച്ചത്. ഒരാൾക്ക് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. തൃശൂർ നഗരത്തിൽ നാളെ പുലിയിറങ്ങും. പൂങ്കുന്നം സീതാറാം മിൽ ദേശം, വിയൂർ സെന്റർ, വിയൂർ ദേശം, ചക്കാമുക്ക് സെന്റർ, കാനാട്ടുകര ദേശം, ശങ്കരംകുളങ്ങര ദേശം, പാട്ടുരാക്കൽ ദേശം, കലാകായിക സാംസ്കാരിക സമിതി എന്നീ സംഘങ്ങളാണ് സ്വരാജ് റൌണ്ടിലിറങ്ങുക. പുലിയിറക്കത്തിനായി മടകളിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പുലർച്ചെ മുതൽ പുലിയൊരുക്കം ആരംഭിക്കും. പുലിക്കളി TCVയിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. നാളെ വൈകിട്ട് 4 മുതൽ തത്സമയ സംപ്രേഷണം ആരംഭിക്കും. പുലിക്കളിയോടനുബന്ധിച്ച് നാളെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. രാവിലെ മുതൽ സ്വരാജ് റൌണ്ടിൽ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. ഉച്ചയ്ക്ക് 2 മണി മുതൽ സ്വരാജ് റൌണ്ടിലും സമീപ റോഡുകളിലും വാഹന ഗതാഗതം നിയന്ത്രിക്കും. പുലിക്കളി തീരുന്നതുവരെ ഒരു തരത്തിലുള്ള വാഹനങ്ങൾക്കും സ്വരാജ് റൌണ്ടിലേക്ക് പ്രവേശനമുണ്ടായിരിക്കില്ലെന്ന് ട്രാഫിക് പോലീസ് അറിയിച്ചു. നാലോണ നാളിലെ പുലിക്കളിക്കുള്ള കോർപ്പറേഷന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. തൃശൂരിന്റെ തനത് കലയായ പുലിക്കളി നിലനിർത്താനും കലാകാരന്മാരെ സംരക്ഷിക്കാനുമാണ് ആഘോഷങ്ങൾ കുറച്ച് പുലിക്കളി നടത്തുന്നതെന്ന് മേയർ MK വർഗീസ്. പുലിക്കളിയുടെ ഒരുക്കങ്ങൾ വിശദീകരിക്കുകയായിരുന്നു മേയർ. കോർപ്പറേഷൻ പുലിക്കളിയുടെ എല്ലാ മേഖലകളിലും 25% ധനസഹായ വർധനവ് വരുത്തിയിട്ടുണ്ടെന്ന് മേയർ പറഞ്ഞു. ഈ കുറി നമ്മൾ ഇതിന്റെ തുടക്കം ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് നായക്കനാലിന്റെ അവിടെ വെച്ചിട്ടാണ്. നായക്കനാലിൻ്റെ അവിടെ നിന്ന് വരുന്ന പാട്ടുരായ്ക്കൽ ദേശം ആ സംഘമാണ് ആദ്യമായി വന്ന് 5 മണിക്ക് തന്നെ അവിടെ വരികയും അവിടെ നിന്ന് നമ്മൾ ഫ്ലാഗ് ഓഫ് ചെയ്യും. ലോകോത്തര നിലവാരത്തിലുള്ള ഈ പുലിക്കളി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി അതുപോലെ തന്നെ വിദേശികളെല്ലാം വരുന്നതാണ്. നമുക്കറിയാം, വിദേശികൾക്ക് വേണ്ടി അവർക്ക് ഇരിപ്പിടം നമ്മൾ നടുവിലാലിൽ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനും വേണ്ട, അതുപോലെ തന്നെ ജഡ്ജസിനെ അതാത് പഴയ സ്ഥലങ്ങളിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. എല്ലാവിധത്തിലുള്ള സഹകരണങ്ങളും സംഘത്തിന്റെ ഭാരവാഹികളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ തയ്യാറാണ്. ഈ പ്രാവശ്യം 25% വർധനവ് വരുത്തിയിട്ടുണ്ട്. നമ്മൾ എല്ലാത്തിനും 25% വർധനവ്. പുലിക്കളി സംഘങ്ങൾക്ക് ഓരോന്നിനും കോർപ്പറേഷൻ നൽകാറുള്ള 2,50,000 രൂപയിൽ നിന്ന് 3,12,500 രൂപയാക്കി ഉയർത്തി അഡ്വാൻസ് ഇനത്തിൽ 1,50,000 രൂപ വീതം നൽകിയിട്ടുണ്ട്. ഇത്തവണ ഹരിതവണ്ടി ഒഴിവാക്കിയിട്ടുണ്ട്. നായ്ക്കനാൽ ജംഗ്ഷനിൽ പാട്ടുരായ്ക്കൽ ദേശം പുലിക്കളി സംഘത്തിന് ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് പുലിക്കളിക്ക് തുടക്കമാകും. 7 സംഘങ്ങളുടെ പുലികളാണ് നഗരം കീഴടക്കാനെത്തുക. ബിനി ജംഗ്ഷൻ വഴി യുവജന സംഘം വിയൂർ ദേശം പുലിക്കളി സംഘം എന്നീ ടീമുകളും നടുവിലാൽ ജംഗ്ഷൻ വഴി സീതാറാം മിൽ ദേശം, ശങ്കരംകുളങ്ങര ദേശം, ചക്കാമുക്ക് ദേശം, കാനാട്ടുകര ദേശം എന്നീ 4 ടീമുകളും സ്വരാജ് റൌണ്ടിൽ പ്രവേശിക്കും. 8 അടി ഉയരമുള്ള ട്രോഫിയും 62,500 രൂപയും 1ാം സ്ഥാനത്തെത്തുന്ന പുലിക്കളി സംഘത്തിന് സമ്മാനിക്കും. 2ാം സമ്മാനക്കാർക്ക് ട്രോഫിയും 50,000 രൂപയും 3ാം സമ്മാനക്കാർക്ക് ട്രോഫിയും 43,750 രൂപയും സമ്മാനിക്കും. കൂടാതെ പുലിക്കൊട്ട്, പുലിവണ്ടി, നിശ്ചല ദൃശ്യം, അച്ചടക്കം തുടങ്ങിയവയ്ക്കും സമ്മാനങ്ങൾ നൽകും. ഓരോ പുലിക്കളി സംഘത്തിലും 35 മുതൽ 51 വരെ പുലികളും 1 നിശ്ചല ദൃശ്യവും 1 പുലിവണ്ടിയും ഉണ്ടായിരിക്കും. പുലിക്കളി സംഘങ്ങളുടെ നിശ്ചല ദൃശ്യവാഹനങ്ങൾ കടന്നുവരുന്ന പ്രധാന വഴികളിലെയും സ്വരാജ് റൌണ്ടിലെയും മരച്ചില്ലകളും തടസ്സങ്ങളും പൂർണ്ണമായി നീക്കം ചെയ്യും. വെളിച്ചം കുറവുള്ള സ്ഥലങ്ങളിൽ ലൈറ്റുകൾ സ്ഥാപിക്കും. റോഡിൽ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങളിൽ ടാറിങ്ങും പൂർത്തിയാക്കുമെന്ന് മേയർ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സത്യസന്ധമായ നിലപാട് സർക്കാർ കൈക്കൊള്ളുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും വേണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
തുകയുടെ യഥാർത്ഥ കണക്ക് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകണം. തെറ്റായ കണക്കുകൾ നൽകിയാൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന സഹായം പ്രതിസന്ധിയിലാകുമെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. മൃതദേഹം സംസ്കരിച്ചതിന് ശരാശരി 75,000 രൂപയാണ് കാണിച്ചിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പിലുണ്ടായിരുന്ന 4,100 പേരിൽ 1,871 പേർ ഒഴികെയുള്ളവർ 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ക്യാമ്പ് വിട്ടു. എന്നിട്ടും ഇവർക്ക് ഒരു മാസത്തേക്കുള്ള ഭക്ഷണത്തിന് ചിലവഴിച്ചതായി കാണിച്ചിരിക്കുന്നത് 8 കോടി രൂപയാണ്. കേരളത്തിലും പുറത്തുമായി മലയാളികൾ വൻതോതിൽ ദുരിതബാധിതർക്ക് വസ്ത്രങ്ങൾ എത്തിച്ചു നൽകിയിരുന്നു. കട കാലിയാക്കി വയനാടിന് അയച്ചു കൊടുത്തവരുമുണ്ട്. എന്നിട്ടും വസ്ത്രങ്ങളുടെ ചെലവ് എങ്ങനെ 11 കോടി വന്നുവെന്നും 17 ക്യാമ്പുകളിൽ ജനറേറ്റർ പ്രവർത്തിപ്പിച്ച വകയിൽ 7 കോടി രൂപയാണ് കാണിച്ചിരിക്കുന്നതെന്നും ഈ വിഷയങ്ങളിൽ കൃത്യമായ മറുപടി തന്ന് വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള എല്ലാ ആശയക്കുഴപ്പങ്ങളും സർക്കാർ ദൂരീകരിക്കേണ്ടതുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജാമ്യം അനുവദിച്ചതിനെ സംസ്ഥാന സർക്കാർ ശക്തമായി എതിർത്തു. പൾസർ സുനിക്ക് ജാമ്യം നൽകുന്നത് ഉചിതമല്ലെന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായ നീതി നിഷേധമാണ് തനിക്ക് ലഭിക്കുന്നതെന്ന് പൾസർ സുനി കോടതിയിൽ പറഞ്ഞു. കേസിലെ പ്രതികളാക്കപ്പെട്ടവർക്ക് തുല്യനീതി ലഭിക്കുന്നില്ല. താൻ ജയിലിൽ കഴിയുകയും കേസിലെ മുഖ്യ സൂത്രധാരൻ എന്ന് പോലീസ് പറയുന്ന പ്രമുഖ നടൻ ജാമ്യത്തിൽ കഴിയുന്നത് വൈരുദ്ധ്യമുള്ള കാഴ്ചയാണ്. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും പൾസർ സുനി കോടതിയിൽ പറഞ്ഞു. വിചാരണ വൈകുന്നതെന്ന് സംബന്ധിച്ച് സംസ്ഥാനത്തിന്റെ നിലപാട് കോടതി ചോദിച്ചു. തുല്യനീതിയുടെ ലംഘനമാകില്ലേ ഇനി ജാമ്യം നൽകിയില്ലെങ്കിൽ എന്ന് സുപ്രീം കോടതി ചോദിച്ചു. ഇത്രയും വർഷം വിചാരണ നേരിടേണ്ടി വരുന്നു എന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. സംസ്ഥാനം ജാമ്യം നിഷേധിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. 7.5 വർഷത്തിന് ശേഷമാണ് പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവത്തിൽ 2017 ഫെബ്രുവരി 23 മുതൽ പൾസർ സുനി ജയിലിലാണ്. മുണ്ടൂർ വെട്ടിക്കാവിൽ വർക്ക്ഷോപ്പിന് മുന്നിൽ വച്ചിരുന്ന ഇരുചക്ര വാഹനങ്ങൾ കത്തിനശിച്ചു. അവണൂർ സ്വദേശി എൽവിന്റെ ഉടമസ്ഥതയിലുള്ള വർക്ക്ഷോപ്പിന് മുന്നിൽ റിപ്പയറിംഗിന് വെച്ചിരുന്ന സ്കൂട്ടറും 2 ബൈക്കുകളുമാണ് കത്തിനശിച്ചത്. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. തൃശൂരിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് തീ കെടുത്തിയത്. ചാലക്കുടി കൂടപ്പുഴയിലെ അതിരപ്പള്ളി റോഡിൽ സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന യുവാവിന് ഗുരുതര പരിക്കേറ്റു. പെരിങ്ങൽകുത്ത് പുളിയിലപ്പാറ വടക്കൻ വീട്ടിൽ അജിയുടെ മകൻ 19 വയസ്സുള്ള ഡെൽജോ ആണ് മരിച്ചത്. പരിയാരം കൊന്നക്കുഴി പുത്തൻപുരയ്ക്കൽ ലാലന്റെ മകൻ മിഥുലിനാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. പുളിയിലപ്പാറയിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടിക്ക് ചാലക്കുടിയിലേക്ക് ബൈക്കിൽ വന്നതായിരുന്നു ഡെൽജോ. ഇടയ്ക്ക് വെച്ചാണ് സുഹൃത്ത് മിഥുൽ ബൈക്കിൽ കയറിയത്. റോഡരികിൽ യാത്രക്കാരെ ഇറക്കുന്നതിന് നിർത്തിയിട്ട സ്വകാര്യ ബസിനെ മറികടന്ന ബൈക്കിൽ എതിരെ വന്നിരുന്ന മറ്റൊരു സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. അപകടത്തിന്റെ ആഘാതത്തിൽ ബൈക്കിന്റെ മുൻഭാഗം തകർന്നു. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന ഇരുവരെയും ഉടനെ നാട്ടുകാർ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡെൽജോയുടെ ജീവൻ രക്ഷിക്കാനായില്ല. മിഥുലിന്റെ നില ഗുരുതരമാണെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. മലപ്പുറത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ്. മലപ്പുറത്ത് മാസ്ക് നിർബന്ധമാക്കി. ആളുകൾ കൂട്ടം കൂടി നിൽക്കരുതെന്നും നിർദ്ദേശമുണ്ട്. പക്ഷികൾ, വവ്വാലുകൾ, മറ്റ് ജീവികൾ മുതലായവ കടിച്ചതോ ഫലവൃക്ഷങ്ങളിൽ നിന്ന് താഴെ വീണ് കിടക്കുന്നതോ ആയ പഴങ്ങൾ കഴിക്കരുത്. പഴം, പച്ചക്കറി എന്നിവ നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തിയെ തെരഞ്ഞെടുക്കാനുള്ള കൂടിക്കാഴ്ചയും നറുക്കെടുപ്പും നാളെ നടക്കും. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ദേവസ്വം ഭരണസമിതി മുമ്പാകെയാണ് കൂടിക്കാഴ്ച. ലഭിച്ച 56 അപേക്ഷയിൽ യോഗ്യരായ 55 അപേക്ഷകർക്ക് കൂടിക്കാഴ്ചയ്ക്കുള്ള കത്തയച്ചു. അപേക്ഷകരുടെ പേരുകൾ വെള്ളിക്കുടത്തിൽ നിക്ഷേപിച്ച് ഉച്ചപൂജയ്ക്ക് ശേഷം നറുക്കെടുക്കും. നിയുക്ത മേൽശാന്തി ചുമതല ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി 12 ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരിക്കും. 30 രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം ചുമതല ഏൽക്കും. നാലോണ നാളിലെ പുലിക്കളിക്ക് മുൻപായി സ്വരാജ് റൌണ്ടിലെ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങളിൽ ടാറിംഗ് നടത്തി കോർപ്പറേഷൻ. സ്വരാജ് റൌണ്ടിൽ പലയിടവും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി. സ്വരാജ് റൌണ്ടിന്റെ ശോചനീയാവസ്ഥയെ സംബന്ധിച്ച് TCV വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഓണത്തിന് മുൻപ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കുഴിയടക്കൽ ടാറിംഗ് നാലോണ ദിനത്തിലെ പുലിക്കളിക്ക് മുൻപെങ്കിലും നടത്തിയതിലുള്ള ആശ്വാസത്തിലാണ് ജനങ്ങൾ.
ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ ഇരിങ്ങാലക്കുടയിൽ സംഘടിപ്പിച്ച പുലിക്കളി ആഘോഷം വർണ്ണാഭമായി. ടൗൺഹാൾ പരിസരത്തു നിന്നും ആരംഭിച്ച പുലിക്കളി നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ, ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. 200-ൽ പരം കലാകാരന്മാർ അണിനിരന്ന പുലിക്കളി ഘോഷയാത്ര നഗരസഭാ മൈതാനത്ത് സമാപിച്ചു. സമാപന സമ്മേളനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് കെ ആർ വിജയ, മുൻ ഗവൺമെന്റ് ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, ബിജെപി ഇരിങ്ങാലക്കുട മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട, നഗരസഭാ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഊരകം കുമ്മാട്ടി ആഘോഷത്തിന്റെ ഭാഗമായി ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ചേർപ്പ് പോലീസ് അറിയിച്ചു. തൃശൂർ ഭാഗത്തു നിന്നും ഇരിങ്ങാലക്കുടയിലേക്ക് പോകുന്ന വാഹനങ്ങൾ പെരുമ്പിള്ളിശ്ശേരി, ചേർപ്പ്, ഹെർബർട്ട് കനാൽ, എട്ടുമന രാജാ കമ്പനി കൂടി പോകണം. ഇരിങ്ങാലക്കുടയിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ രാജാ കമ്പനിയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഹെർബർട്ട് കനാൽ, ചേർപ്പ് വഴി പോകണം. പുതുക്കാട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന് സമീപം ഇടത്തോട്ട് തിരിഞ്ഞ് പല്ലിശ്ശേരി ജംഗ്ഷൻ, തേവർ റോഡ്, രാജാ കമ്പനി വഴി പോകേണ്ടതാണ്. റോഡരികിൽ നിന്ന് കണ്ടുകിട്ടിയ സ്വർണ്ണ പാദസരങ്ങൾ ഉടമയെ കണ്ടെത്തി തിരിച്ചേൽപ്പിച്ച ഓട്ടോ ഡ്രൈവർ. കിടങ്ങൂര് കുളങ്ങര വളപ്പിൽ ബഷീറാണ് സ്വർണ്ണ പാദസരങ്ങൾ ഉടമയെ തേടി കണ്ടെത്തി തിരിച്ചേൽപ്പിച്ചത്. തിരുവത്ര സ്വദേശിയായ പാലക്കൽ അലിയുടെ മകൾ 10 വയസ്സുകാരി ഐഷ സമറിന്റെയാണ് 2.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണ പാദസരങ്ങൾ. പഴുനാനയിലുള്ള ഭാര്യ വീട്ടിലേക്ക് വരുന്നതിനിടയിൽ മരത്തംകോട് പ്രവർത്തിക്കുന്ന സൂപ്പർ മാർക്കറ്റിന് സമീപം വാഹനം നിർത്തി അലിയും കുടുംബവും ഇറങ്ങിയപ്പോഴാണ് മകളുടെ കൈവശമുണ്ടായിരുന്ന പാദസരങ്ങളുടെ കവർ നഷ്ടപ്പെട്ടത്. സൂപ്പർ മാർക്കറ്റിന്റെ സമീപത്തെ തട്ടുകടയിൽ നിന്ന് ചായ കുടിച്ച് ഇറങ്ങുമ്പോഴാണ് ബഷീർ റോഡരികിൽ പാദസരങ്ങൾ കിടക്കുന്നത് കണ്ടത്. പിന്നീട് സൂപ്പർ മാർക്കറ്റിൽ അന്വേഷിച്ച് ഉടമയെ കണ്ടെത്തി നൽകുകയായിരുന്നു. KPMS കൊടകര ഏരിയ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ 162ാമത് മഹാത്മാ അയ്യൻകാളി ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു. സാംസ്കാരിക സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK സുബ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് PS സതീഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടേറിയറ്റ് അംഗം PC വേലായുധൻ, സെക്രട്ടറി KU രതീപ്, PV ഉമേഷ്, CV ബാബു, PP ശശിധരൻ, NV ശിവദാസൻ, TK ഷാജു, KV ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം കോരിക്കുഴി സഹോദര കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഓണത്തോടനുബന്ധിച്ച് സഹോദരോത്സവം സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കലാസമിതി പ്രസിഡന്റ് PA ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. തിരക്കഥാകൃത്ത് ദിനേശ് പള്ളത്ത്, സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം, പഞ്ചായത്ത് അംഗം PMS ആബിദീൻ, സംഗീത സംവിധായകൻ ശ്യാം ധർമ്മൻ, സിനിമാ സംവിധായകൻ KB മധു, സഹോദര കലാസമിതി വായനശാല പ്രസിഡന്റ് നസീർ പുത്തൻകുളം, സെക്രട്ടറി കമല ബാഹുലയ്യൻ, വനിതാ വിംഗ് കൺവീനർ ടിൻഡു സച്ചിദാനന്ദൻ എന്നിവർ സംസാരിച്ചു. ഏറ്റവും ഫലപ്രദമാകുക അല്ലെങ്കിൽ ഏറ്റവും അതിഥി തൊഴിലാളികൾക്ക് തിരുവോണ സദ്യ വിളമ്പി മലയാളികൾ ഓണം ആഘോഷിച്ചത് നവ്യാനുഭവമായി. മൈഗ്രേറ്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി EMS സാംസ്കാരിക നിലയത്തിലാണ് അതിഥി തൊഴിലാളികൾക്കൊപ്പം ഓണാഘോഷം സംഘടിപ്പിച്ചത്. വിവിധ കലാപരിപാടികളും ഒരുക്കിയിരുന്നു. മൈഗ്രേറ്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി അഷ്റഫ് വലിയകത്ത്, പ്രസിഡന്റ് KK ഹരിദാസ്, സണ്ണി വടക്കൻ, CB സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി.
SST ഫെഡറേഷൻ കേരളയുടെ മഹാത്മാ അയ്യൻകാളി സംസ്ഥാന അവാർഡ് സമർപ്പണം തൃശൂരിൽ നടന്നു. സാഹിത്യ അക്കാദമി വൈലോപ്പിള്ളി ഹാളിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരനും സാമുദായിക പ്രവർത്തകനുമായ AV ദിവാകരൻ മുണ്ടക്കയം ഭീം മിഷൻ സംസ്ഥാന ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് സജി കെ ചേരമന് പുരസ്കാരം സമ്മാനിച്ചു. SC/ST ഫെഡറേഷൻ ജനറൽ കൺവീനർ NA സുമേഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ചെയർമാൻ AK സന്തോഷ്, KPM സംസ്ഥാന ട്രഷറർ CA ശിവൻ, കേരള ബാണസമാജം ജനറൽ സെക്രട്ടറി N രവീന്ദ്രൻ, ഫെഡറേഷൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി KK ഷാനൂജ്, പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ K ജ്യോതിഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഭീമിഷന്റെ പ്രവർത്തനം ആ ഒരു തലത്തിലേക്ക് കാണാൻ കഴിയുന്ന ആൾക്കാർ ഇത്രയും മറ്റുള്ളവര് അയ്യരെന്നും അയ്യങ്കാരെന്നും നമ്പൂരിയെന്നും നായരെന്നും ഒക്കെ പേരിനോട് ചേർത്ത് കാണുമ്പോഴുള്ള ആ ഒരു അഭിമാന ബോധം സ്വന്തം സമൂഹങ്ങളുടെ സ്വന്തം സമുദായങ്ങളുടെ. കയ്പമംഗലം കൂരിക്കുഴി ശ്രീ വിഷ്ണുമായ സേവാമഠം തലാശ്ശേരി തറവാട്ടിൽ പൊന്നുണ്ണി മായിക്ക് രൂപക്കളവും നിറകലശവും നടത്തി. പ്രണവ് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചടങ്ങിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കലും നിർധന കുടുംബത്തിന് ഗൃഹനിർമ്മാണത്തിനായി ധനസഹായവും നൽകി. ET ടൈസൺ MLA, വാർഡ് മെമ്പർ സിബിൻ അമ്പാടി എന്നിവർ ചേർന്ന് ധനസഹായ വിതരണം ചെയ്തു. സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം, ചന്ദ്രാപിനി ശ്രീകുമാരമംഗലം ക്ഷേത്രം വൈസ് പ്രസിഡന്റ് രാജഗുരു ആളുപടി തുടങ്ങിയവർ പങ്കെടുത്തു. കേരള NCC ബറ്റാലിയന്റെ നേതൃത്വത്തിൽ കോലഴി ചിന്മയ വിദ്യാലയത്തിൽ ദശദിന ക്യാമ്പ് തുടരുന്നു. ലഫ്റ്റനന്റ് കേണൽ ബ്രിജേഷും ഡെപ്യൂട്ടി കമാൻഡന്റ് മേജർ സ്റ്റൈജുവുമാണ് ക്യാമ്പ് കമാൻഡറും ഡെപ്യൂട്ടി കമാൻഡറും. 600-ലധികം കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6865, പവന് 54,920. വെള്ളി ഗ്രാമിന് 96, പ്ലാറ്റിനം ഗ്രാമിന് 3271 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ നാളെ പുലിയിറങ്ങും. പുലിക്കളിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മേയർ. നഗരത്തിൽ നാളെ ഉച്ചതിരിഞ്ഞ് 2 മുതൽ ഗതാഗത നിയന്ത്രണം. പുലിക്കളി TCV തത്സമയം സംപ്രേഷണം ചെയ്യും. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സത്യസന്ധമായ കണക്കുകൾ പുറത്തുവിടണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. തെറ്റായ കണക്കുകൾ നൽകിയാൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന സഹായം പ്രതിസന്ധിയിലാകുമെന്നും ചെന്നിത്തല. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടെയാണ് ജാമ്യം. 7.5 വർഷത്തിന് ശേഷമാണ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത്. മുണ്ടൂർ വെട്ടിക്കാവിൽ വർക്ക്ഷോപ്പിന് മുന്നിൽ വച്ചിരുന്ന ഇരുചക്ര വാഹനങ്ങൾ കത്തിനശിച്ചു. സ്കൂട്ടറും ബൈക്കുകളുമാണ് കത്തിനശിച്ചത്. ചാലക്കുടി കൂടപ്പുഴയിൽ സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രികൻ മരിച്ചു. പുളിയില പറ വടക്കൻ വീട്ടിൽ ഡെൽജോയാണ് മരിച്ചത്. ഒരാൾക്ക് പരിക്കേറ്റു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.